അച്ഛനും അമ്മയും കൊണ്ട് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്. അവർക്ക് വരാൻ താല്പര്യമില്ല. അവർ പറയും നിങ്ങൾ എവിടെ വേണോ വെച്ചാൽ പൊയ്ക്കോ, നമുക്ക് വരുന്നില്ല എന്നൊരു പറച്ചിലാണ്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ലുലു മോളിലാണ്. ഞങ്ങൾക്ക് അവിടെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലുലു കണക്റ്റിലോട്ട് പോയി. ഞങ്ങൾക്കൊരു മിക്സി മേടിക്കണമായിരുന്നു. അപ്പോൾ മിക്സിയുടെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി അമ്മയടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇതിലും വില കുറഞ്ഞത് വാങ്ങാം. അത് 6000 സംതിങ് ആണ് ആയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് നോക്കണമായിരുന്നു. വീട്ടിലെ മിക്സിയും ഫ്രിഡ്ജിനും നല്ല വയസ്സായി തുടങ്ങി. അപ്പം അവർ തന്നെ കരയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചോദിച്ചു രണ്ടും അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾക്ക് ഈ ഫ്രിഡ്ജ് എനിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. നല്ല ഡബിൾ ഡോറ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ഫ്രിഡ്ജ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ വില കേട്ടപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 50 60 അതിൽ കൂടുതൽ എന്തായാലും ആവും. പിന്നെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ ഫ്രിഡ്ജുകളും നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ അകത്ത് ടച്ചുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ലുലു സ്റ്റോറിലോട്ട് പോയി. ദാണ്ട് ഈ വണ്ടി എനിക്കിഷ്ടപ്പെട്ടെ. വാമിക്ക് ഇതിൻ്റെ ഒരു വലുതുണ്ട്, അവളത് യൂസ് ചെയ്യണമെന്നായിട്ട് ചില സമയത്ത് എടുത്ത് ഓട്ടിക്കും. അത് കഴിഞ്ഞിട്ട് വാമി ഉണ്ടല്ലോ എൻ്റെ മാല പിടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമാണ്. വല്ലപ്പോഴും ആണ് ഈ വാമി എൻ്റെ കയ്യിൽ പുറത്ത് പോകുമ്പോൾ വരണത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഇവളെ ഞാൻ വലിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും എൻ്റെ കയ്യിൽ വരില്ല. പിന്നെ അച്ഛൻ്റെ ഒരു ഫോട്ടോഷൂട്ട്, വാമിയുടെ ഫോട്ടോസ് എടുക്കുകയാണ്. അച്ഛനും അമ്മയും പുറത്ത് വന്നാൽ വാമി പിന്നെ അവരെ കൂടെ നിന്നോളും. എൻ്റെ അടുത്തോ ചേച്ചിയെടുത്തോ അങ്ങനെ വരണമെന്ന് വലിയ ഇതില്ല. അപ്പൂപ്പനും അമ്മൂമ്മയും മതി. പിന്നെ നമ്മൾ ഹൈപ്പറിലോട്ട് പോയപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കണ്ടേ, അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്തോ ചേട്ടൻ പറയണം കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ബീഫ് വാങ്ങണം, ബീഫിന് ലുലു മോളിൽ ഭയങ്കര വില കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ വിസ്പറിൻ്റെ ഒരു പരസ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചേട്ടൻ എന്തൊക്കെയോ പറയണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.